ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എവൻഗേലിയൻ ഭാഗമായിട്ട് നമ്മൾ വായിച്ചു കേട്ട ഭാഗമാണല്ലോ. കൂനുള്ളതായ സ്ത്രീയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്ന അനുഭവമാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ലൂക്ക് ചാപ്റ്റർ 13 verses 10 to 17. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരുക്കി തരുന്ന കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. വചനം നിൻ്റേത്, വചനം സംസാരിക്കുന്ന അടിയനും അവിടുത്തേത്. വചനത്തിലൂടെ അടിയനിലൂടെ അവിടുന്ന് സംസാരിക്കണമെന്ന് യേശു മിശിഹാ മൂലം അവിടുത്തോട് യാചിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ഒരു അനുഭവം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു കർത്താവിൻ്റെ ഒരു അത്ഭുതമായും നമുക്ക് ഈ സംഭവത്തെ കാണുവാനായിട്ട് സാധ്യമായിട്ട് തീരുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മളതിനെ പ്ലേസ് ചെയ്യുന്നത്, അതിൻ്റെ വൈഡർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൺ ദ വേ ടു ക്രോസ് എന്ന അനുഭവത്തിലാണ്. യേശു കർത്താവ് കുരിശിലേക്ക് യാത്ര ചെയ്യുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യം മുതൽ 19-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിലേക്കുള്ള പ്രയാണത്തെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൺ ദ വേ ടു ക്രോസ്. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവിനെ നമ്മൾ കാണുന്നത് യെരുശലേം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി പലയിടങ്ങളിൽ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴായി യേശു ദേവാലയത്തിൽ ചെല്ലുന്നതും ദേവാലയ ബന്ധിതമായ ശുശ്രൂഷകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സുവിശേഷം കർത്താവിനെ വരച്ചു കാട്ടുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മളിന്ന് വായിച്ച അല്ലെങ്കിൽ ഇന്ന് പഠിക്കുന്ന ഈ ഭാഗം യേശു കർത്താവ് ദേവാലയത്തിൽ വെച്ചല്ല, പള്ളിയിൽ വെച്ച് ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇറ്റ് ഹാപ്പൻസ് ഇൻ എ ടെമ്പിൾ, ഇൻ എ സിനഗോഗ്. ഒരു സിനഗോഗുകളിലാണ് അത് നടക്കുന്നത്. നമുക്കറിയാം, യഹൂദന്മാർക്ക് പ്രധാനമായ 2 ആരാധനാ ഇടങ്ങളാണുള്ളത്. ഒന്ന്, അവരുടെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം, ദ സെന്റർ ഓഫ് ദർ വർഷിപ്പ് ഈസ് ടെമ്പിൾ. അവരുടെ ആരാധനയുടെ പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് ദേവാലയമാണ്. ജെറുസലേം ടെമ്പിൾ, യെരുശലേം ദേവാലയം. അതൊന്ന് മാത്രമേ ഉള്ളൂ, ഒരിടത്ത് മാത്രമേ ഉള്ളൂ, യെരുശലേമിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ സിനഗോഗുകൾ അവരെവിടൊക്കെ പാർക്കുന്നുണ്ടോ ആ പാർക്കുന്ന ഇടങ്ങളിലൊക്കെ സിനഗോഗുകൾ അവർ നിർമ്മിച്ചിരുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ എറണാകുളത്തൊക്കെ ചെന്നാൽ അവിടെയും ജൂയിഷ് സിനഗോഗ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ പള്ളികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ദേവാലയമാണ്, മറ്റൊന്ന് പള്ളിയാണ്. പള്ളി പ്രധാനപ്പെട്ട് അവർക്ക് ആരാധനയ്ക്കായിട്ട് അവർ ഒരുമിച്ച് കൂടുന്നു. അതുപോലെ തന്നെ പ്രധാനമായ മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ നടക്കുന്നതായ സോഷ്യൽ ഇൻ്ററാക്ഷൻസ് ആണ്. ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനും അവരുടെ സംശയങ്ങളൊക്കെ നിവാരണം ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു നല്ല ഇടമായി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. വിജാതീയരായിട്ടുള്ള ആളുകൾക്കും അവിടെ വരികയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സംബന്ധിക്കാനായിട്ട് അവിടെ സാധ്യമായി തീരുന്ന ഒരു അനുഭവമാണ്. ഓരോ സിനഗോഗിനും ഓരോ റൂളേഴ്സ് ഉണ്ട്. അതാണ് പള്ളി പ്രമാണി എന്ന് നമ്മൾ പറയുന്നത്. പള്ളി പ്രമാണി നീരസപ്പെട്ടു എന്നൊക്കെ വായിക്കുന്നത്. പ്രമാണി എന്ന് പറയുമ്പോൾ പള്ളിയിലെ പ്രമാണി എന്ന അർത്ഥത്തിലല്ല, ഈസ് ഇൻ ചാർജ് ഓഫ് ദാറ്റ് സിനഗോഗ്. ആ സിനഗോഗിൻ്റെ ചാർജ് ഉള്ള വ്യക്തിയാണ് ഈ പള്ളി പ്രമാണി അല്ലെങ്കിൽ സിനഗോഗിൻ്റെ റൂളർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെയാണ് നമ്മൾ കാണുന്നത് യേശു കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടേക്ക് പിന്നീട് വരാം. യേശു കർത്താവ് അവിടെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക, ഹീസ് ടീച്ചിങ് ദെയർ. അവിടെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരുപക്ഷെ മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും യേശു കർത്താവ് ശ്രദ്ധിക്കുന്ന 18 വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് കൂനി ആയിപ്പോയ അല്ലെങ്കിൽ കൂന് വന്നുപോയ ഒരു സ്ത്രീയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഓരോ വാക്കുകൾ പറയുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്, അല്ലേ? പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ടേംസ് ഒന്നും നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റത്തില്ല. കാരണം കാലം മാറുന്നതനുസരിച്ച്, സംസ്കാരങ്ങൾ മാറുന്നതനുസരിച്ച് കൾച്ചർ ഈസ് ചേഞ്ചിങ്, അല്ലേ? പല വാക്കുകൾ പുതിയതായിട്ട് നമ്മൾ കണ്ടെത്തിയ ഡിഫറൻ്റ്ലി ഏബിൾഡ്, അല്ലേ? അങ്ങനെയൊക്കെയുള്ള പല വാക്കുകൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ കൂനി 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 എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പരിമിതിയുണ്ട്. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാൻ യഥാർത്ഥത്തിൽ പാടുണ്ടെന്നല്ല. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങളൊരു കൊട്ടേഷനിൽ ആ വാക്ക് കേൾക്കാനായിട്ട് ശ്രമിക്കണം.
അപ്പോൾ 18 വർഷമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, അവൾക്ക് നിവരാനായിട്ട് സാധിക്കാത്ത, അല്ലേ, നൂർന്ന് നിൽക്കാനായിട്ട് സാധിക്കാത്ത, നിവർന്ന് നിൽക്കാനായിട്ട് സാധിക്കാത്ത ഒരു സ്ത്രീയെ അവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അവളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവൾക്ക് നിവരുവാനായിട്ട് സാധിക്കുന്നില്ല. 18 വർഷമായി ഏത് കൂനായിട്ട്, അല്ലേ. കൂനിൻ്റെ ആഴവും അളവും ഒന്നും നമുക്കറിയത്തില്ല, എത്രമാത്രം ഉണ്ടായിരുന്നോ നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അവൾ നോക്കുന്നത് എവിടേക്കാണ്? താഴേക്കാണ്. ഷീ ഫേസസ് ഹെർസെൽഫ് ടു ദ ഫ്ലോർ. അവള് താഴേക്കാണ് നോക്കുന്നത്. അല്ലെങ്കിൽ പറയാം, അവൾ നോക്കുന്നത് മറ്റ് ചിലരുടെ കാലുകളിലേക്കാണ്. മറ്റു ചില മുഖങ്ങളൊക്കെ അവൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഷി വാണ്ട്സ് ടു സീ ദ ഫേസസ് ഓഫ് ദ പീപ്പിൾ, ബട്ട് ഷീ കാൻ, ബിക്കോസ് ഷീ ഓൺലി ക്യാൻ ലുക്ക് ടു ദ ഫീറ്റ് ഓർ ഫുട്ട് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ കാലുകളിലേക്കല്ലാതെ ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് അവളുടെ ഒരു പ്രയാസമാണ്. 2, ലോകത്തിന് അവളുടെ മുഖം കാണണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ആളുകൾക്കും അവളെ കാണാൻ സാധിക്കത്തില്ല. When the world looks at him, or when the world look her, we can say that അവർക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ഈ മുതുക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അവളുടെ മുഖം അവർക്ക് കാണാനും പറ്റുന്നില്ല. അവളെ ലോകത്തിന് കാണാനോ ലോകത്തെ കാണേണ്ടതുപോലെ കാണാനായിട്ടോ സാധിക്കുന്നില്ല. ഹെർ വിഷൻ ഈസ് ഇംപയർഡ് ഓർ പാർഷ്യൽ ഓൺലി. കാഴ്ച വളരെ പാർഷ്യലായ, കാഴ്ച വളരെ ഇംപയർഡായ, കാണാണ്ട് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ശരീരത്തിൻ്റെ പരിമിതികൾ മൂലം കാണാൻ സാധിക്കാത്ത ഒരു ലോകത്തിൽ അവൾ ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായിട്ട് തീരണം. അവളുടെ കാഴ്ചയുടെ ഒരു വലിയ പ്രതിസന്ധിയിൽ, അവളുടെ ശരീരത്തിൻ്റെ ഈ വലിയ പ്രതിസന്ധി അവളെ കൊണ്ടുവന്ന് ആക്കി വച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം കാണേണ്ടതുണ്ട്. ഇവിടെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, യേശു കർത്താവ് അവൾ പറയുന്നുണ്ട്, 18 സംവത്സരമായി ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, രോഗാത്മാവ് ബന്ധിച്ചിരിക്കുന്നു. സാത്താൻ 18 സംവത്സരമായി ഇവിടെ ബന്ധിച്ചിരിക്കുകയാണ് എന്ന് പറയുക. എന്താണ് ഈ ബന്ധനം എന്ന് പറയുമ്പോൾ? ഈ ബന്ധനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം സൃഷ്ടിച്ച ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ദൈവം എല്ലാ ലോകത്തെ സൃഷ്ടിച്ചതിന് ശേഷം ഓരോ ദിവസത്തിന്റെ സൃഷ്ടി കഴിയുമ്പോഴും പിന്നെ പറയുന്നുണ്ട്, എന്താ പറയുന്നു? എല്ലാം നല്ലത് എന്ന് കണ്ടു. എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്, എവറിത്തിങ് ഈസ് ഗുഡ്. ഗോഡ് ലുക്സ് അറ്റ് ഹിസ് ക്രിയേഷൻ ആൻഡ് ഇവാലുവേറ്റ്സ് ഇറ്റ്സ്, അല്ലേ. എന്നിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. വെരി ഗുഡ്, നല്ലത്, അല്ലേ. നല്ലത് എന്ന് പറയുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നന്മകളാണ്. ദൈവം ആഗ്രഹിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിൻ്റെ പൂർണ്ണതയെ തൻ്റെ ശാരീരികമായ ബലഹീനത കൊണ്ട് ആഘോഷിക്കുവാൻ കഴിയാത്ത ഒരു സ്ത്രീ, അവളുടെ ശരീരത്തിൻ്റെ ഈ ബലഹീനത കൊണ്ട് ദൈവ സൃഷ്ടിയുടെ പൂർണ്ണതയെ ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമായി തീരാത്ത ഒരു സ്ത്രീ, തകർക്കപ്പെട്ട ഒരു സ്ത്രീ. ആ സ്ത്രീയെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൾക്ക് ഈ ലോകത്തെ കാണുവാനായിട്ടും അവളെ കണ്ട ലോകം കർത്താവിൽ സന്തോഷിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന ചില ആക്ഷൻസ് ഉണ്ട്, ഇവിടേക്ക് നമുക്ക് വരാം. എന്തായാലും ആ ആക്ഷൻസ് കഴിയുമ്പോൾ, യേശു കർത്താവ് അവൾക്ക് സൗഖ്യം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്, അവൾ പൊടുന്നനവേ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് അവസാനം നമ്മൾ കാണുന്നുണ്ട്, അത് കണ്ടു നിന്ന ജനവും പുരുഷാരവും ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ അനുഭവമായി നമുക്കതിനെ കാണുവാനായിട്ട് സാധ്യമായിട്ട് തീരുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിത മധ്യത്തിൽ ഇങ്ങനെ ചില മുഖങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കണ്ണുകളിലൂടെ കാണുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നാം അവരെ നോട്ടീസ് ചെയ്യാറില്ല, നാം അവരെ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ കണ്ണിലൂടെയൊക്കെ അവരിങ്ങനെ വന്ന് പോകാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ ശ്രദ്ധ നമ്മൾ കൊടുക്കാറില്ല. എപ്പോഴും ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമുകളാണ്. അവിടെ വന്നു പോകുന്ന മുഖങ്ങളാണ്, അവിടെ കാണുന്ന ശക്തിയുള്ള മനുഷ്യരാണ്. ബലഹീനതയുള്ള മനുഷ്യരെ പലപ്പോഴും
ലോകത്തിന് കാണാൻ കഴിയാതിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധ്യമായിട്ട് തീരുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നുണ്ട്, വേറെ ആരും കണ്ടില്ലെങ്കിലും, ഇത്ര കുനിഞ്ഞ നിവരാൻ കഴിയാത്ത ആളുകളാണെങ്കിലും, ആ സ്ത്രീ ആണെങ്കിലും, ഒരാൾക്കൂട്ടം അവിടെ ഉണ്ടെങ്കിലും, അവളെ കാണാൻ കഴിയാത്ത എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടെങ്കിലും, യേശു കർത്താവ് അവളെ കാണുന്നു. യേശു കർത്താവ് അവളെ അരികെ വിളിക്കുന്നു. യേശു കർത്താവ് അവളെ തൊടുന്നു, സ്പർശിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു വലിയ കരുത്ത് നൽകുന്ന ഒരു അനുഭവമാണ്. എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ദുർബലരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ എൻ്റെ ജീവിതാനുഭവത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ ബലഹീനതയെ കാണുവാൻ ആരുമില്ലല്ലോ എന്ന് പരിഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ വചനം നമ്മോട് ശക്തമായി പറയുന്നു, നമ്മുടെ ബലഹീനതയെ കാണുന്ന കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ പരിമിതികളെ തിരിച്ചറിയുന്ന കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ നൊമ്പരാനുഭവങ്ങളുടെ തീഷ്ണതയെ വ്യക്തമായി കാണുന്ന കർത്താവ് ജീവിക്കുന്നു. ഹാബേൽ ശാസം കയീൻ എന്ന ശക്തിയുള്ള സഹോദരനാൽ കൊല്ലപ്പെട്ടവനാ. അവൻ മരണപ്പെട്ടു പോയി. പക്ഷേ കയീനോട് കർത്താവ് പറയുന്നു, നിന്റെ സഹോദരന്റെ രക്തം ഇതാ നിലവിളിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിക്കുന്നവർക്കറിയാമല്ലോ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് പീഡിപ്പിക്കപ്പെട്ട സഭ, നൊമ്പരപ്പെട്ട സഭ, അവിടെ അശക്തികളുടെ മധ്യത്തിൽ ഇതാ കൊല്ലപ്പെട്ട സഭ. പക്ഷേ ഈ വിശുദ്ധർ സ്വർഗത്തിൽ അവരുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഹാഗാർ, നമുക്ക് തോന്നും ഇവൾ അഹങ്കാരിയല്ലേ, ഇവൾ ഇതിന് അർഹിക്കുന്നവളല്ലേ, ഇവൾ തീർച്ചയായും ഇതിന് യോഗ്യതയുള്ളവളല്ലേ, അത്ര അഹങ്കാരമായിട്ടല്ലേ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ചിന്തിക്കും. പക്ഷേ മരുഭൂമിയിൽ അവളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അവളുടെ കണ്ണുനീരുകളെ കാണുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് അവൾ വിളിച്ചു പറയുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. ശക്തന്മാരുടെ ലോകമാണ് ഇത്, മത്സരമുള്ള ലോകമാണ് ഇത്. മത്സരമുള്ള ലോകത്തിൽ മത്സരിക്കാൻ അറിയാത്തവർ പലപ്പോഴും പുറം തിരിഞ്ഞു പോകും. മത്സരിക്കാൻ അറിയാത്തവരൊക്കെ പിന്തള്ളിപ്പോകും. മത്സരിക്കാൻ സാധിക്കാത്തവർക്ക് പലപ്പോഴും അവർ ആഗ്രഹിക്കേണ്ട, അവരെത്തേണ്ടുന്ന ഇടങ്ങളിൽ ചിലപ്പോൾ എത്താൻ സാധിച്ചു എന്ന് വരികയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ചില കരങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് അടുത്തു വരും. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതികളെ അവർ വഴിതിരിച്ചു വിടും. അവരെ നമുക്ക് വിളിക്കാം, അവരാണ് ദൈവദൂതന്മാർ. ഒരു ദേവാലയത്തിൽ അനേകർ കടന്നു വരും. 170 കുടുംബങ്ങൾ ഉണ്ട്. ഓരോ കുടുംബത്തെയും നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ ശക്തിയുള്ളവരുണ്ട്, ബലഹീനരുണ്ട്, ഇടിക്കാനും മത്സരിക്കാനും ശേഷിയുള്ളവരുണ്ട്, പിൻബലങ്ങളുള്ളവരുണ്ട്, പിൻബലങ്ങളില്ലാത്തവരുണ്ട്. പക്ഷെ ഒരു ദേവാലയമാകുന്നത് യേശു കർത്താവിൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ്, യേശു കർത്താവിൻ്റെ കണ്ണുകൊണ്ട് കാഴ്ച ഉണ്ടാകുമ്പോഴാണ്, യേശു കർത്താവിൻ്റെ കാഴ്ചയുടെ അനുഭവത്തിലാകുമ്പോഴാണ്. നമ്മുടെ ദേവാലയത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? Whether we hear the feeble voices of our children, whether we hear the feeble voices of our youths, they won't react, they won't quarrel, they won't make noises, they don't come to any places to take any position or take it for them. Do we really see them? Do we really need them? Do we really want to empower them? Whether we want to make them with us
and this service be a graceful occasion. ആരും ശ്രദ്ധിക്കാതിരുന്ന, ആരും കാണാതിരുന്ന കൂനുള്ള ഈ സ്ത്രീ, ആ സ്ത്രീയെ യേശു കർത്താവ് കാണുന്നു എന്ന് മാത്രമല്ല, ഇന്ന് അവളും ഈ ജനവും ചേർന്ന്, പുരുഷാരവും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഇടവക ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഇടവക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട് എന്ന് എനിക്കറിയാം. കാരണം അവർ ചേർത്ത് പിടിച്ചത് എന്തായിട്ടില്ല, വെറുതെയായി പോയിട്ടില്ല. പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് ഒരു അനുഭവം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇടവക തലങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ അതിൽ അധികം വേണ്ടതുണ്ട്. ഇടങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പും പ്രാർത്ഥനയും ഒക്കെ വെറുതെ ഒരു കാഴ്ചയായി തീരാനായിട്ടല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അനുഭവമായിട്ട് മാറാനായിട്ട് സാധ്യമായിട്ട് തീരണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അനുഭവമായിട്ട് മാറാനായിട്ട് സാധിക്കണം. ആരാധന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ അനുഭവമായി നമുക്ക് മാറുവാനായിട്ട് സാധ്യമായിട്ട് തീരണം. ഇവിടെ നമ്മൾ കാണുന്നത് യേശു കർത്താവിൻ്റെ അറ്റൻറ്റീവ്നെസ് ആണ്. യേശു കർത്താവിൻ്റെ ആ വലിയതായ ശ്രദ്ധ, ആരും കാണാതിരുന്നതിനെ കാണുവാനുള്ള ശ്രദ്ധ. ദേവാലയത്തിന് ആ ശ്രദ്ധ ഉണ്ടാകുമ്പോഴാണ് ദേവാലയം ഒരു ദേവാലയമായി മാറാനായിട്ട് സാധ്യമായിട്ട് തീരുന്നത്. യേശു അവിടെ ഉപദേശിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് preaching, teaching, he finds time to see this or to address the issue of this woman. ഈ സ്ത്രീയുടെ പ്രശ്നത്തെ ഇതാ കാണുകയാണ്. അവൻ അവരെ അരികെ വിളിക്കുകയാണ്. അവളുടെ പ്രയാസങ്ങളിൽ നിന്ന് അവൾക്ക് മോചനം നൽകുകയാണ്. അവളുടെ മേൽ ഇതാ ഈ കരം ആവശ്യപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യമായിട്ട് തീരുകയാണ്. പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു ചിന്ത കൂടെ പറയുകയാണ്. ഇത് ഏത് ദിവസമാണ് ചെയ്യുന്നത്? ശബത്ത് ദിവസം. നമ്മളൊരു ദിവസം ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇതൊരു ശബത്ത് ദിവസമാണ് ചെയ്യുന്നത്. ശബത്ത് ദിവസം ചെയ്തത് കൊണ്ടാണ് പള്ളിപ്രമാണി പറയുന്നത് നീരസപ്പെടുന്നതിന്റെ കാരണം അതാണ്. പള്ളിപ്രമാണിക്ക് നീരസം ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ്. കർത്താവിന് വേണമെങ്കിൽ എന്തോ ചെയ്യാം. എന്തായാലും ഇവളെ കണ്ടു അല്ലേ, അവളെ കണ്ടു, മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എളുപ്പം ഏതാ? ആരും അറിയാതെ ഒന്നെങ്കിൽ അവളെ മാറ്റി എവിടെയെങ്കിലും നിർത്തി സൗഖ്യം കൊടുക്കാം, അല്ലെങ്കിൽ യേശു കർത്താവിന് നാളെ എന്നൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. നാളെ ഒരു ദിവസം എന്ന് ചിന്തിച്ച് ഈ ശുശ്രൂഷ മാറ്റിവെക്കാം, ഒരു കുഴപ്പമില്ല. 18 വർഷം നിവരാതെ നിന്നെങ്കിൽ ഇല്ലേ, 18 വർഷം കഴിഞ്ഞ് ഒരു ദിവസം കൂടെ നിവരാതെ നിന്നാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷെ കർത്താവിന് ടുഡേ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഒരു ദിവസം മുമ്പേ അവൾ പൂർണ്ണത പ്രാപിക്കുന്നിടത്താണ് കർത്താവ് സന്തോഷിക്കുന്നത്. ഒരു ദിവസം മുമ്പേ അവൾ ഈ സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നിടത്താണ് യേശു കർത്താവ് തന്നെ പ്രതിഷ്ഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ടുഡേ എന്നത് കർത്താവിന് വളരെയധികം പ്രാധാന്യമുള്ള അനുഭവമാണ്. ഇന്നാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. കർത്താവ് കുരിശിൽ കിടക്കുന്ന കള്ളനോട് പറയുന്നു, ഇന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ടുഡേ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇന്ന് നമുക്ക് പ്രാധാന്യമുള്ള ദിവസം. യേശു കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ നാളെ കർത്താവേ എന്ന് പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടോ? റിട്ടയർ ആകട്ടെ, ഞാൻ പള്ളിയിൽ സ്ഥിരമായി വരാം അല്ലേ? റിട്ടയർ ആകട്ടെ, ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാം ഇല്ലേ? റിട്ടയർ ആകട്ടെ, ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാം. തിരക്കുകൾ കൊണ്ടാ കർത്താവെ സാധിക്കാത്തത്. റിട്ടയർ ആകുമ്പോൾ അല്ലേ, റിട്ടയർ ആയ ആൾക്കാരോട് ചോദിക്കണം അല്ലേ, എന്തോ ഒരു തിരക്കാണ് അവര് അല്ലേ? പിള്ളേരെ നോക്കണം ഇല്ലയോ, ബേബി സിറ്റിംഗ്, മറ്റു കാര്യങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ. നാളത്തേക്ക് മാറ്റിവെച്ചാൽ നമുക്കിത് ആഘോഷിക്കാൻ സാധിക്കത്തില്ല. ഈ കൂട്ടായ്മയുടെ സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കത്തില്ല.
തിരക്കുകളൊക്കെ നമുക്ക് ഏറെ ഉണ്ടെങ്കിലും ദൈവത്തോട് ചേർന്ന് നാം ഒരുമിച്ച് ഈ ദിവസങ്ങളെ ആസ്വദിക്കേണ്ടുന്നത് ആവശ്യമാണ്. കർത്താവിനോടുള്ള ഓരോ നിമിഷവും ഈ ഒരു ആസ്വാദനത്തിന്റെ സമയങ്ങളാണ്. കർത്താവിനോട് ചേർന്നുള്ള ഓരോ നിമിഷങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് ആസ്വദിക്കുന്ന അനുഭവമാണ്. ഇന്ന് ആരാധിച്ച് അനുഭവിക്കേണ്ടുന്നത് നാളത്തേക്ക് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കത്തില്ല. നാളത്തേക്ക് മാറ്റിവെച്ചാൽ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞതുപോലെ അടുത്ത വർഷം ഞാൻ എൻ്റെ കുടിശ്ശികയെല്ലാം കൂടെ ചേർത്ത് ഞാൻ എൻ്റെ പ്ലെഡ്ജ് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് ആരാ അറിയുന്നേ? ഒരു കാലം ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ കൂട്ടായ്മയിൽ സജീവമാകാമെന്ന് പറഞ്ഞാലോ, ഈ തിരക്കുകളൊക്കെ കഴിയട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചാലോ, അതൊരു പക്ഷേ സാധ്യമായി എന്ന് വരികയില്ല. നമ്മൾ പറയുന്നത് പോലെ ഈ കൂട്ടായ്മയും ഈ ആഘോഷമൊക്കെ വരുവാനുള്ള ഒരു ആഘോഷത്തിൻ്റെ മുന്നോടിയാണ്. ഇന്നലെ നമ്മുടെ നോമ്പ് പ്രാർത്ഥനയിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഓരോ വിശുദ്ധ കുർബാനയും സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ ഫീസ്റ്റിൻ്റെ മുന്നോടിയാണ്, ഒരു വലിയ മുന്നാസ്വാദനമാണ്. അതുകൊണ്ട് ടുഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടുഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. ആൻഡ് ഓൾസോ ടുഡേ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രൊക്ലൈമിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനും ഇന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2023 സെന്റ് പോൾസ് മാർത്തോമ ഇടവകയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ 2024 നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. 2023 ചെയ്യേണ്ടുന്ന ശുശ്രൂഷ 2023 തന്നെ നാം നിർവഹിക്കേണ്ടതുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുന്ന, ബന്ധിപ്പിക്കുന്ന, ബന്ധനത്തിലാക്കുന്ന ഒരുപാട് ശക്തികൾ ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ കർത്താവ് പറയുകയാ, ടുഡേ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവളുടെ രക്ഷ, ഇവളുടെ സൗഖ്യം, ഇവളുടെ വിടുതൽ ഇന്ന് നൽകണം. ഇന്ന് എന്നെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളെയും നമ്മൾ അങ്ങനെ കാണണം. വില്യം കേറി നമുക്കറിയാം, ഭാരതത്തിലേക്ക് വന്ന് ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്ത ഒരു ദൈവദാസന അല്ലേ, ഒരു മിഷണറി വീരനായി ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ച ആ വലിയ വിശ്വാസ വര്യൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം നാട്ടിൽ വന്ന് ബംഗാളി പഠിച്ചു. നമ്മുടെ പിള്ളേരോട് മലയാളം പഠിക്കാൻ പറയുമ്പോൾ ഭയങ്കര പ്രയാസം അല്ലേ. ഒക്കെ ഇവിടെ നിന്ന് മലയാളം പഠിച്ചു, അല്ലെങ്കിൽ അവിടെ വന്ന് ബംഗാളി പഠിച്ചു. നമ്മൾ കാണുന്നുണ്ട് ഗുണ്ടട്ട് സാഹിബ് ഇവിടെ നിന്ന് അവിടെ വന്ന് മലയാളം പഠിച്ചു എന്ന് മാത്രമല്ല, മലയാളത്തിന് ഡിക്ഷണറിയും കൂടെ എഴുതി കൊടുത്തു എന്നാ പറയുന്നത് അല്ലേ. എന്തോ ഒരു സുവിശേഷ വേലയോടുള്ള താല്പര്യമാണ്, എന്തോ ഒരു ആഗ്രഹമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, വില്യം കേറി ബംഗാളിൽ വന്നപ്പോഴാണ് ഭാരതത്തിൽ സതി എന്ന് പറയുന്ന ആചാരം കണ്ടത്. ഭർത്താവ് മരിച്ചാൽ എന്തോ ചെയ്യണം? ചെതയിൽ ചാടി മരിക്കണം. ഈ സതി അബോളിഷ് ചെയ്യാനായിട്ട് ഈ വില്യം കേറി ഒരുപാട് യത്നിച്ചു. അങ്ങനെ ഒടുവിൽ തീരുമാനമായി, വൈസ്രോയി ഉത്തരവിട്ടു ഈ നിയമം മൂലം ഇത് അബോളിഷ് ചെയ്യാൻ. ഈ നിയമം വന്ന ദിവസത്തെക്കുറിച്ച് പറയുന്നത്, അന്നത്തെ സന്ധ്യ ആരാധനയിൽ വില്യം കേറി സംബന്ധിച്ചില്ല. വില്യം കേറി ഈ ഓർഡറുമായിട്ട് ഓടി. എന്തിനാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം വിശ്വസിച്ചു, ഒരു ദിവസം 1 മണിക്കൂറും കൂടെങ്കിലും ഞാൻ താമസിച്ചാൽ ഒരു സ്ത്രീയെങ്കിലും ഈ സമയത്തിനുള്ളിൽ ഈ ചിതയിൽ ചാടി മരിക്കേണ്ടതായി വരും. ഒരു ജീവനെങ്കിലും പൊലിയേണ്ടതായി വന്നാൽ അത് നഷ്ടപ്പെടരുതെന്ന ആഗ്രഹത്തിൽ, ആ ജീവൻ നഷ്ടപ്പെടരുതെന്ന ആഗ്രഹത്തിൽ അദ്ദേഹം അന്നത്തെ സന്ധ്യാരാധനയിൽ സംബന്ധിക്കാതെ ഈ ഉത്തരവെത്തേണ്ട അടുത്തേക്ക് എത്തിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. എന്താ? ഒരു നിമിഷവും നമുക്ക് കളയാൻ ഇല്ല. പിള്ളേരോട് സുവിശേഷം പറയാൻ നാളെ ആകട്ടെ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കുഞ്ഞുങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നാളെ ആകട്ടെ എന്ന് ചിന്തിച്ചാൽ നമുക്ക് സാധിക്കത്തില്ല. ഇതാണ് നമ്മുടെ സമയം, ഇതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരം. ടുഡേ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇന്ന് പ്രാധാന്യത്തോടെ നമ്മൾ കണ്ടാൽ നാളെ ഈ കർത്താവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാൻ സാധ്യമായിട്ട് തീരും. ചെറിയ 2 ചിന്തകളാണ് ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. ഒന്ന്, കുനിഞ്ഞ ഈ സ്ത്രീ. ലോകം അവളെ കാണേണ്ടതുപോലെ കാണുന്നില്ല, അവൾക്ക് ലോകത്തെയും കാണാൻ കഴിയുന്നില്ല.
ആരും കണ്ടില്ലെങ്കിലും കാണുന്ന കർത്താവുണ്ട്. ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്രദ്ധിക്കുന്ന കർത്താവുണ്ട്. അവളെ അരികിലേക്ക് വിളിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന കർത്താവ്. ഈ സഭ, ഇടവക ഈ കർത്താവിൻ്റെ കണ്ണുള്ളവരാകണം. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന, എല്ലാവരെയും ഈ കർത്താവിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന അനുഭവമായി മാറുമ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ, കൂട്ടായ്മകൾ അനുഗ്രഹമായി തീരും എന്നുള്ളതിൽ സംശയമില്ല. രണ്ട് ചിന്തകളോട് ചേർത്ത് വെച്ചത് കൂടെ പറഞ്ഞു, ടുഡേ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട്, നാളത്തേക്ക് മാറ്റിവെക്കാനായിട്ടുള്ളതല്ല. ഇന്ന് ഇടവക ചിന്തിക്കണം, എന്താണ് ഈ ദേശത്ത് കാലികമായി ഞങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്? എന്താണ് ഇടവകയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്? എന്താണ് ഇടവകയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് നിവർത്തിക്കാനായിട്ടുള്ളത്? കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന സമയവും താലന്തുകളും അതിനനുസരിച്ച് ഈ ദൈവിക ശുശ്രൂഷയിൽ ഇന്ന് എനിക്കെങ്ങനെ പങ്കാളികളായി തീരാൻ സാധിക്കും? അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.